നമസ്കാരം. ടോപ്പ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. വയനാട് ടൗൺഷിപ്പ് പദ്ധതിക്ക് 351 കോടി രൂപയുടെ ഭരണാനുമതി നൽകി മന്ത്രിസഭാ യോഗം. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള ചെലവ് ഉൾപ്പെടെയാണ് തുക അനുവദിച്ചത്. KPCC നേതൃമാറ്റത്തിൽ പൊട്ടിത്തെറിച്ച് കെ സുധാകരൻ. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നിൽ സ്വാർത്ഥ താൽപര്യമുള്ള ചില നേതാക്കൾ. തന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല. സണ്ണി ജോസഫ് തന്റെ നോമിനി എന്ന വാദം അടിസ്ഥാനരഹിതമെന്നും തുറന്നടിച്ച സുധാകരൻ. പക്ഷേ അവര് അങ്ങനെ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടെന്ന് ഹൈക്കമാൻഡ് നിനക്കും വിവരം ഉണ്ടാക്കുന്നു. എനിക്കറിയില്ല, ഞാൻ ആ മേഡത്തിൽ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ ആരുടെയും മോശമായി പെരുമാറുന്നില്ല. അറിയാലോ, എന്നെ പറ്റി അങ്ങനെ അതിനൊരു പരാതി ഇല്ലല്ലോ. അത് പിന്നെ ചിലപ്പം അവരാരുടെയെങ്കിലും കയ്യിൽ പാവ കളിച്ചു കാണാം. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് കെ സുധാകരൻ. തന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിനെതിരെ തനിക്ക് പരാതി ഉണ്ടെന്ന് കെ സുധാകരൻ. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇനിയൊരു പണിയില്ല ബാക്കി. അതൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ നേതാക്കന്മാർക്ക് കെ സുധാകരന്റെ സേവനം അത്ര മതി എന്നവർക്ക് തോന്നിയാൽ അവിടെ വെച്ച് എനിക്ക് സമ്മതമാണ്. ദീപാദാസ് മനുഷ്യൻ ഞാനും തമ്മിൽ തർക്കമൊന്നുമില്ല. അവർ പകരം ലഭിച്ച പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവ് സ്ഥാനത്തെ പരസ്യമായി പുച്ഛിച്ച കെ സുധാകരൻ. ആ സ്ഥാനത്തിൽ എന്ത് കാര്യമെന്ന് പ്രതികരണം. ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ നിയമസഭയിലെ പ്രകടനത്തിലും അതൃപ്തി. പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റാത്തതിലും സുധാകരന്റെ നീരസം. ഓരോ നേതാക്കന്മാരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ ഐ ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. അതേ രീതിയിലൊരു പെർഫോമൻസ് നിയമസഭയിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ഇല്ല എന്ന് പറയാനൊന്നും ഇല്ല, ഉണ്ട്. പക്ഷേ കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു. അത്രയേ ഉള്ളൂ. കെ സുധാകരന്റെ പിന്തുണയുമായി കെ മുരളീധരൻ. സുധാകരൻ പ്രയാസങ്ങൾ പറഞ്ഞു എന്ന് മാത്രമെന്നും ഇന്നത്തെ പ്രസ്താവന ഒരു അച്ചടക്ക ലംഘനമായി കാണാൻ കഴിയില്ലെന്നും മുരളീധരൻ. പാർട്ടിക്കകത്ത് എന്തെങ്കിലും ഉരുൾപൊട്ടലെന്നോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നൊന്നും അതിന് അർത്ഥമില്ല. ഞങ്ങളൊക്കെ അന്ന് അദ്ദേഹം തുടരണം എന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു. ആ തീരുമാനം ഞങ്ങളൊക്കെ അംഗീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരിക്കലും ഒരു അച്ചടക്ക ലംഘനമായിട്ട് കാണാൻ സാധ്യമല്ല. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയതിലുള്ള കെ സുധാകരന്റെ അതൃപ്തിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ സണ്ണി ജോസഫ്. കെ സുധാകരൻ തന്നെക്കുറിച്ച് നല്ല പ്രതികരണമാണ് നടത്തിയത്. കാര്യങ്ങൾ എല്ലാം തീരുമാനിക്കുന്നത് AICC ആണ്. KPCC പ്രസിഡന്റിനെ മാറ്റുന്നതിനൊപ്പം പ്രതിപക്ഷ നേതാവിനെയും മാറ്റണമെന്ന കെ സുധാകരന്റെ പരാമർശത്തോടും പ്രതികരിച്ചില്ല. സുധാകരന്റെ അതൃപ്തിയിൽ മറുപടി പറയാനില്ലെന്ന് ശശി തരൂർ MP. പാർട്ടി നേതൃത്വം തീരുമാനിച്ചു, അതുമായി മുന്നോട്ട് പോകണം. പുനഃസംഘടനയിൽ പാർട്ടി നേതൃത്വം അഭിപ്രായം തേടിയിരുന്നു. തന്റെ അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നുവെന്നും ഹൈക്കമാൻഡാണ് തീരുമാനമെടുത്തതെന്നും ശശി തരൂർ. ഫോൺ ചെയ്തു, രാഹുൽ ഗാന്ധിയെ വിളിച്ചു ഫോൺ ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ ഇത് നേതൃത്വത്തിന്റെ തീരുമാനമാണ്. എന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ എന്റെ അഭിപ്രായം കൊടുത്തു. ഹൈക്കമാൻഡിന്റെയാണ് അവരെടുത്ത തീരുമാനത്തിനെ കുറിച്ച് അവരെന്നെ സംസാരിക്കുന്നത്. എന്നെ പഹൽഗാം വിഷയത്തിൽ പാർട്ടി തന്നെ താക്കീത് ചെയ്തു എന്ന വാർത്തകൾ നിഷേധിച്ച് ശശി തരൂർ MP. മാധ്യമങ്ങളിലൂടെയാണ് താക്കീത് വാർത്ത അറിഞ്ഞത്. വാക്കാലോ രേഖാമൂലം ഒരു താക്കീതും തന്നെ അറിയിച്ചിട്ടില്ല. പഹൽഗാം വിഷയത്തിൽ തന്നോട് മാധ്യമങ്ങൾ അഭിപ്രായം തേടിയപ്പോൾ അതിന് താൻ മറുപടി പറഞ്ഞുവെന്നും തന്റെ അഭിപ്രായം വ്യക്തിപരമാണെന്നും ശശി തരൂർ. വിഷയത്തിൽ ഒരൊറ്റ പാർട്ടി ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഐക്യമോട് നിൽക്കേണ്ട ഈ സർക്കാരിൻ്റെ ഒപ്പം നമ്മളുടെ പട്ടാളക്കാരുടെ ഒപ്പം നമ്മൾ ഒന്നാണെന്നാണ് പാർട്ടി പ്രഖ്യാപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അറിവുള്ള കാര്യങ്ങളെക്കുറിച്ച് മാധ്യമക്കാർ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. കേണൽ സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ച BJP മന്ത്രി വിജയ് ഷാക്കെതിരെ വിമർശനവുമായി സുപ്രീം കോടതി. ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്ന് കോടതി. FIR രജിസ്റ്റർ ചെയ്തതിനെതിരെ വിജയ് ഷാ നൽകിയ ഹർജി കോടതി നാളെ പരിഗണിക്കും.
ജമ്മു കശ്മീരിലെ അവന്തിപ്പോരയിൽ ഭീകരരെ വധിച്ച സുരക്ഷാ സേന 2 മണിക്കൂറോളം നടന്ന ഏറ്റുമുട്ടലിൽ 3 ജെയ്ഷെ ഭീകരരെ സൈന്യം വധിച്ചു. അതിനിടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീനഗർ സന്ദർശിച്ചു. ശത്രുക്കൾക്ക് മറക്കാൻ കഴിയാത്ത മറുപടി നൽകിയെന്ന് സൈന്യത്തെ അഭിസംബോധന ചെയ്ത പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ മുൻകൂർ ജാമ്യം തേടി ബെയിലിൻ ദാസ്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. സംഭവത്തിന് പിന്നാലെ ഒളിവിലാണ് ബെയിലിൻ ദാസ്. ഫയലുകൾ പെട്ടെന്ന് തീർപ്പാക്കുക സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി. മേഖലാതല അവലോകന യോഗങ്ങൾ ജനങ്ങളുടെ ഗുണം കാക്ഷിച്ചെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. തീരുമാനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് ജനങ്ങൾക്കാണ് അതിൻ്റേതായ ഗുണം ലഭിക്കുക. നമ്മുടെ ഇത്തരം യോഗങ്ങൾ പൊതുവെ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് വലിയ ചാലകശക്തിയായി മാറുന്നുണ്ട് എന്നുള്ളതാണ് അനുഭവം. കടുവയുടെ ആക്രമണത്തിൽ മലപ്പുറം കാളിക്കാവിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. കാളിക്കാവ് അടയ്ക്കാക്കുണ്ട് കല്ലാമൂല സ്വദേശി അബ്ദുൽ ഗഫൂറാണ് മരിച്ചത്. ടാപ്പിംഗിനിടെയാണ് ഗഫൂറിനെ കടുവ കടിച്ചുകൊണ്ടുപോയത്. KU ജനീഷ് കുമാർ MLA-ക്ക് പരിപൂർണ പിന്തുണയെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. വന്യജീവി പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണണമെങ്കിൽ കേന്ദ്ര നിയമത്തിൽ മാറ്റം വേണമെന്ന് രാജു എബ്രഹാം. ഒരു കാടൻ നയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളോടൊപ്പം നിൽക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടമയാണ്. ജനീഷ് കുമാറിന് പിന്തുണയുമായി ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മ. ജനീഷ് കുമാറിന്റെ ഇടപെടൽ ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയ്ക്കെന്ന് ഫാദർ ജസ്റ്റിൻ PY. ജനീഷ് കുമാറിന്റെ പ്രതികരണം സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ധൈര്യം പകർന്നതെന്നും ഫാദർ ജസ്റ്റിൻ PY. അദ്ദേഹത്തിനെതിരെയും മാധ്യമങ്ങളിലൂടെയൊക്കെ പലരും സംസാരിക്കുന്നതും വിമർശനങ്ങൾ നടത്തുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അത് ഒത്തിരി പ്രയാസമുണ്ട്. അദ്ദേഹം ചെയ്ത ആ ഒരു പ്രവർത്തനം സമൂഹത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള ഒരു അവകാശമുണ്ട് എന്നുള്ളൊരു ബോധ്യം, അതുപോലെ തന്നെ ജീവിക്കുവാനുള്ള ഒരു ധൈര്യം ജനത്തിന് പകർന്നു കൊടുക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തിയുള്ള ഒരു പ്രവർത്തനങ്ങളിലും പങ്കാളികളാകുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കഴിയുകയില്ല. കോന്നിയുടെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച് തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകൾ. ലോകോത്തര നിലവാരത്തിൽ ഉയർന്നു നിൽക്കുന്ന സ്മാർട്ട് റോഡുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നഗരത്തിന് സമർപ്പിക്കും. ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ. സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന് ശുപാർശ നൽകും. സർക്കാർ നടപടി ആശമാർക്ക് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ. കോവിഡ് പ്രതിരോധത്തിൽ കേരളം നടത്തിയ മുന്നൊരുക്കം എല്ലാ ലോകരാജ്യങ്ങളും അംഗീകരിച്ചുവെന്ന് KK ശൈലജ ടീച്ചർ. ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ അതിന്റെ മൂല്യം എന്തായാലും പുറത്തുവരുമെന്നും KK ശൈലജ ടീച്ചർ. തിരുവല്ലയിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് വിദ്യാർത്ഥികളെ ഇടിച്ചു. ബസിന്റെ ആക്സിൽ ഒടിഞ്ഞ് നിയന്ത്രണം വിട്ടാണ് കുട്ടികളെ ഇടിച്ചത്. 3 വിദ്യാർത്ഥികൾക്ക് പരുക്കേറ്റു. ഒരു കുട്ടിയുടെ തലയ്ക്കാണ് പരുക്കേറ്റത്. ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങി വന്ന വിദ്യാർത്ഥികളെയാണ് ബസ് ഇടിച്ചത്. വഖഫ് നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കും. 3 വിഷയത്തിൽ സത്യവാങ്മൂലം സമർപ്പിച്ചെന്ന കേന്ദ്രം. നിയമം നടപ്പാക്കില്ലെന്ന കേന്ദ്രം ഉറപ്പ് തുടരണമെന്നും നിർദ്ദേശം. ഇതോടെ ടോപ്പ് ന്യൂസ് പൂർണ്ണമാകുന്നു.